പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ഞാൻ പ്രത്യേകിച്ച് നല്ലതായിരുന്നു എന്നോ ചീത്തയായിരുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതെന്റെ ഒരു നിയോഗമായിരിക്കാം ഒരുപക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഹാപ്പിയാണ്. കാരണം ഇപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ ബോൾഡായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഓഫറുകളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. നമ്മളാണെങ്കിൽ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ഇതുപോലുള്ള ചതികളിൽ പോയി വീഴരുത് എന്നുള്ളതാണ്. അതായത് ഒരുപാടധികം പുരുഷന്മാര് സ്ത്രീകളെ വെറും കളിപ്പാട്ടമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വീണു പോകാതിരിക്കുക. നമ്മുടെ ശരീരം നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. അത് മറ്റൊരാൾ വന്ന് നമ്മളെ സംരക്ഷിക്കില്ല. നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ അതിന് പിന്നെ കേസും പരാതിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെയും നമ്മളെ എല്ലാവരും അപമാനിക്കുകയുള്ളൂ. അപ്പൊ ഈവൻ സമൂഹം ആയിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, എല്ലാവരും സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പരമാവധി ഇത്തരം കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. വേറെ ആരും നമ്മുടെ കാര്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് ഇവൾക്കുള്ള മറുപടി കൊടുക്കാം. പൊന്നു പ്രേക്ഷകരെ, നമ്മൾ ജയിച്ചു. രാഹുലിന് വേണ്ടി രാഹുലിന് എന്ന് കള്ളക്കേസ് വന്നു അന്നു മുതൽ ഞാൻ പോരാടിയതാണ്. ഇന്ന് രാഹുലിന് മാത്രമല്ല നീതി കിട്ടിയത്, നമുക്ക് എല്ലാവർക്കും നീതി കിട്ടി. രാഹുലിന് കള്ളക്കേസ് വന്ന സമയത്ത് എല്ലാവരും രാഹുലിനെ വിമർശിക്കുമ്പോൾ ഞാനും രാഹുൽ ഈശ്വറും തുടങ്ങിയ യൂട്യൂബേഴ്സും നമ്മുടെ രാഹുൽ ചെയ്യുന്നത് ശരി, രാഹുലിനെതിരെ വന്നത് കള്ളക്കേസ് എന്ന് പറയുമ്പോൾ ചിലർ എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് എന്നെ കൊല്ലൂന്നൊക്കെ പറഞ്ഞ ചിലർ, നിങ്ങൾ കാരണം ഇന്ന് കോടതി വിധിയാണ് വന്നത്. അതായത് കോടതിയുടെ വിധിയാണ്. കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി, സുപ്രീം കോടതിക്കാണ് കാര്യം മനസ്സിലായത്, രാഹുലിന്റെ ഭാഗത്താണ് ശരി. കോടതിയിൽ നിന്ന് ഇന്ന് എന്താണ് നടന്നത് അത് ഞാൻ വിശദീകരിച്ച് തരാം. അതിനു മുമ്പ് റിണിക്ക് ചെറിയൊരു മറുപടി കൊടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. പൊന്നു പ്രേക്ഷകരെ, രാഹുലിന് നീതി കിട്ടിയ സന്തോഷത്തിൽ, നമ്മൾ പോരാടി നീതിയെടുത്ത സന്തോഷത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾ ആദ്യം തൊട്ടേ രാഹുലിന് വേണ്ടി സംസാരിച്ചതാണ്. ഇന്നാണ് നമുക്ക് നീതി കിട്ടിയത്. അപ്പോൾ റിണിക്കൊരു മറുപടി കൊടുത്തിട്ട് എന്താണ് കോടതിയിൽ നടന്നത് അതിലേക്ക് വരാം. എടി റിണി ഏറ്റവും അവസാനം ഒരു കാര്യം പറഞ്ഞു. ഒരു സ്ത്രീക്ക് ഒരു അപകടം സംഭവിച്ചാൽ ആരും മൈൻഡ് ചെയ്യൂല. അതായത് കോടതി മൈൻഡ് ചെയ്യുന്നില്ല, ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ മൈൻഡ് ചെയ്യുന്നില്ല, വീട്ടുകാർ നാട്ടുകാർ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ റിണി പറയുന്നത്. റിണിയോട് ഒരു കാര്യം പറയാം. രാഹുല് ചെയ്യാത്ത കേസിന് റിണിയെ, അതായത് സുപ്രീം കോടതി വരെ രാഹുലിന് പോവേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ത്രീകൾക്ക്, ഈ പറയുന്ന നമ്മുടെ നിയമം സ്ത്രീകൾക്ക് അത്രയും സപ്പോർട്ടാണ്. ഇപ്പോൾ എനിക്കെതിരെ ഒരു പെണ്ണ് ഇല്ലാത്ത കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല, അൽത്തു പീഡിപ്പിച്ചു എന്ന് ആ പെണ്ണ് പോയി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഞാൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ സുപ്രീം കോടതി വരെ പോവേണ്ടി വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്ത്രീകൾക്ക് ഈ നിയമം, നമ്മുടെ നീതി, നമ്മുടെ കേരളം, നമ്മുടെ സർക്കാർ, നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ സ്ത്രീകൾക്കൊപ്പമല്ലേ? അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു സ്ത്രീനെ വിളിപ്പിച്ചിട്ട് നീ എന്തിന് പച്ചക്കളവ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാമല്ലോ. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂടത്തിൽ അങ്ങനെ അത്ര വലിയ തെറ്റ് ചെയ്തിനോ എന്ന് എല്ലാ കോടതിയും ഇരുന്ന് പരിശോധിച്ചു. അവസാനം സുപ്രീം കോടതിയും ഇരുന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാഹുലിന് നീതി കിട്ടുകയാണ് പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത് അത് നമുക്ക് അതിന്റെ ന്യൂസിന്റെ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നു. എന്നാൽ പരാതിക്കാരിക്കെതിരായ ഹൈക്കോടതിയിലെ ചില ഭാഗങ്ങൾ സുപ്രീം കോടതി നീക്കിയിരിക്കുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലു, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള ഒരു നടപടിയാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കോടതി ഈ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതിനുള്ള ഉത്തരം ഞാൻ തരാം. ഓക്കെ. അതായത് ഗോവിന്ദചാമിക്ക് എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തത്? ഗോവിന്ദചാമി കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ജയിലിലുള്ളത്? അദ്ദേഹം ആ ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഗോവിന്ദചാമിക്ക് ജാമ്യം കൊടുക്കാത്തത്. നേരെ മറിച്ചിട്ട് രാഹുൽ മാങ്കൂടത്തിന് എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ജാമ്യം, അതായത് രാഹുലിന്റെ ഭാഗം ശരിയെന്ന് കോടതി പറയാനുള്ള കാരണം എന്താണ്? രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗോവിന്ദചാമിയെ പോലെ രാഹുലും ജയിലിനുള്ളിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ നീക്കിയത്, പരാതിക്കാരിക്കെതിരായിട്ടുള്ള ഭാഗങ്ങൾ?
അക്ഷയ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആദ്യ പരാതിക്കാരിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ബലാത്സംഗ കേസിൽ നേരത്തെ ഹൈക്കോടതി അനുവദിച്ചിരുന്ന മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ഈ ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഹർജിയിൽ വിശദമായ വാദം കേൾക്കലൊന്നും നടന്നില്ല. ഹർജി വാദത്തിനെടുത്തപ്പോൾ തന്നെ ജസ്റ്റിസ് എം സുന്ദരേഷിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച്, ജസ്റ്റിസ് എം സുന്ദരേഷും ജസ്റ്റിസ് NK സിംഗും അടങ്ങുന്ന ബെഞ്ച് ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PV ദിനേശും KR സുഭാഷ് ചന്ദ്രനും ഈ ഹൈക്കോടതി വിധിയിലെ ചില ഭാഗങ്ങൾ, ചില പാരഗ്രാഫുകൾ, ഏതാണ്ട് 5ഓളം പാരഗ്രാഫുകളിലെ പരാമർശങ്ങൾ ഈ പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം വിചാരണഘട്ടത്തിൽ പോലും അവർക്ക് ദോഷം ചെയ്യുന്നതാണെന്നും അത് നീക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ പരാതി, അതായത് ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇതാണ് നീതി എന്ന് പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഇത് ആരുടെ പ്രാർത്ഥന? അതായത് കോടതിയിൽ നമ്മുടെ രാഹുൽ ചെയ്യുന്നത് ശരിയാണ്, രാഹുലിനെതിരെ വരുന്നത് ഫേക്ക് കേസ് എന്ന് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പ്രൂവ് ആവാനുള്ള കാരണം അതിനൊരൊറ്റ പേരാണ്, നമ്മുടെ രാഹുലിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഓക്കെ, രാഹുലിൻ്റെ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അതിന് ദൈവം ഉത്തരം കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ മോനാണ്. ആ മോന് കഷ്ടപ്പെട്ടിട്ട് ആ അമ്മ, അതായത് രാഹുലിൻ്റെ ചെറുപ്പകാലം ഞാനൊന്ന് പറയാം, ചെറിയ പ്രായത്തിൽ തന്നെ രാഹുലിൻ്റെ അച്ഛൻ മരണപ്പെടുകയാണ്. അതിനുശേഷം ആ പൊന്നമ്മയാണ് ഈ മകനെ വളർത്തുന്നതും. ആ അമ്മ പണിക്ക് പോയിട്ട്, ഗവൺമെൻറ് ജോബായിരുന്നു, എന്തായാലും അതൊരു പണി തന്നെയല്ലേ, പണിക്ക് പോയിട്ട് ഈ പൊന്നുമോനെ വളർത്തുകയാണ്. വളർത്തിയിട്ട് നല്ല നല്ല കോളേജിലേക്കൊക്കെ ഈ പൊന്നുമോനെ അതായത് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം പൊന്നുമോൻ വളർന്നതിന് ശേഷം വലിയൊരു രാഷ്ട്രീയ നേതാവായതിനു ശേഷം ഈ അമ്മയൊക്കെ ഈ പൊന്നുമോൻ നല്ല നല്ല ബിസിനസ്സിലൊക്കെ വിജയിച്ചിട്ട് ഈ പൊന്നുമോൻ സ്വന്തം അമ്മയെ നോക്കുന്ന ഒരു സമയത്ത്, പൊന്നുമോൻ വലിയൊരു നേതാവാവുന്ന സമയത്ത് എന്തിനു വേണം, കേരളത്തിൻ്റെ CM മുഖ്യമന്ത്രി അടക്കം ഇത്തവണ ഇലക്ഷനിൽ വിജയിച്ച് മുഖ്യമന്ത്രി ആവേണ്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയുള്ള ആ ഒരു പൊന്നുമോന് കള്ളക്കേസ്, ഒരു കള്ളക്കേസോ രണ്ടോ മൂന്ന് കള്ളക്കേസ് വരുമ്പോൾ ആ അമ്മ എങ്ങനെ സഹിക്കും? കള്ളക്കേസ് MLA ഫണ്ടിൽ നിന്ന് 5 ലക്ഷം മുക്കി, അല്ലെങ്കിൽ 1 കോടി മുക്കി 50 ലക്ഷം മുക്കി എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നമുക്ക് അഴിമതി, അതൊരു വേറെ കേസാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഓക്കെ, നമുക്ക് ഫൈൻ, അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ ആ പൊന്നുമോനെ കുടുക്കിയത് പെണ്ണ് കേസിലാണ്. നോക്കൂ നിങ്ങൾ, പെണ്ണ് കേസിൽ പിടിക്കുന്നതിന് നല്ലത് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് കുറേ പേര് പറയുന്നത്. അത്രയും നാണക്കേടാണ്. ഇപ്പോൾ MLA ഫണ്ടിൽ നിന്ന് രാഹുൽ ഇത്ര മുക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് വാദിക്കാം, അത് വലിയ വിഷയമാവുന്നില്ല. പെണ്ണ് കേസാണ്, ഒന്നിന് പിറകെ ഒന്നൊന്നൊന്നൊന്നായിട്ട്. എന്നെ രാഹുൽ പീഡിപ്പിച്ചു, എന്നെ രാഹുൽ, പിന്നെ അരുൺകുമാറിൻ്റെ വിഷയം ഞാൻ പറയണ്ടല്ലോ. രാഹുൽ എന്തോ വലിയൊരു തെറ്റ്, അതായത് അരുൺകുമാർ ഡിവോഴ്സാണ്, ആ ഡിവോഴ്സിന് പിന്നിൽ രാഹുൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അത്രയും പകയാണ് അരുൺകുമാറിനുള്ളത്. ഒരു ചെറിയൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അരുൺകുമാർ അതിന് 10,000 കൂട്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, പീഡനവി. ഇന്നടക്കം റിപ്പോർട്ടറിൽ ഒരു വാർത്ത ഞാൻ കണ്ടു, അതായത് പീഡന കേസിലെ പ്രതിയായ രാഹുൽ എന്ന്. അവന്മാരുടെ അപ്പൻ്റെ മകളെയാണ് രാഹുൽ പീഡിപ്പിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോടതിക്ക് തന്നെ ഒരു കാര്യം മനസ്സിലായി, രാഹുൽ തെറ്റുകാരനല്ല എന്ന്. ഇപ്പോൾ കോടതി പറഞ്ഞാലല്ലേ കോടതി ഫൈനലായിട്ട് ഒരു വിധി വിധിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ്, അന്നെങ്കിലല്ലേ പ്രതിയാവുന്നത് രാഹുൽ. ഇപ്പൊ എങ്ങനെയാണ് രാഹുൽ പ്രതിയാവുന്നത്? ഇന്നടക്കം റിപ്പോർട്ടറിൽ വാർത്ത അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അരുൺകുമാറും സംഘവും ഒരു ചെറിയ വാർത്തയുടെ കഷ്ണം കിട്ടിയാൽ അതിന് 10,000 കൂട്ടിയിട്ട് നമ്മുടെ രാഹുലിന്റെ ജീവിതം ഇല്ലാതാക്കി. നമ്മുടെ രാഹുലിന് പാലക്കാടിൽ സീറ്റ് കൊടുക്കാത്തതിന്റെ 2 കാരണം, എനിക്ക് മനസ്സിലായ 2 കാരണം. ഒന്ന്, വീണ്ടും കേസ് വരും, 4ാമത് കേസ് വരും, 5ാമത് കേസ് വരും, ഉറപ്പായിട്ടും വരും. 2ാമത്, നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ കാണിക്കുന്ന ഈ ഒരു ഭരണവികാര വിരുദ്ധത കോൺഗ്രസിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. ഈ 4ാമത് കേസ് വന്നു കഴിഞ്ഞാൽ അരുൺകുമാറും സംഘവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും, അത് ഇനി വരുന്നത് ഒരു പക്ഷേ 14 വയസ്സുകാരിയോ 13 വയസ്സുകാരിയോ ആയിരിക്കും. അപ്പോൾ 13 വയസ്സുകാരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, പഠന കാര്യത്തിന് വേണ്ടിയായിരുന്നു അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് പോയത്. അങ്ങനെ അരുൺകുമാർ വാർത്ത കൊടുക്കും. അങ്ങനെ അരുൺകുമാർ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്, അതായത് പാലക്കാട് എങ്ങനെയാണ് ജയിക്കാൻ പറ്റുന്നത്? അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കാത്തത്. ഉറപ്പായിട്ടും ഇനി നമ്മുടെ രാഹുലിനെ എന്തായാലും കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കും, ഇത് ഉറപ്പാണ്. ഇല്ലാത്ത കേസും തെളിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതായത് സുപ്രീം കോടതിയാണ് പൊന്നു പ്രേക്ഷകരെ
എന്താണ് സുപ്രീം കോടതി എന്ന് ഒരു ചെറിയ കാര്യം പറയാം. നമ്മുടെ ജില്ലയിലുള്ള ആ കോടതി അല്ല സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ ഫൈനൽ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പോകുന്ന ആ ഒരു കോടതിക്കാണ്. ആ കോടതിയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുടുക്കിയതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് രാഹുലിന് ഞങ്ങൾ ജാമ്യം നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത്രയും വലിയൊരു കോടതിയിൽ നിന്നാണ്. ഇത് രാഹുലിൻ്റെ വിജയമല്ലേ? അപ്പോൾ അരുൺകുമാറും സംഘവും കരയുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഓക്കെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ.